ആമേൻ സർവശക്ത നിത്യപിതാവേ. ഇപ്പോൾ പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുന്നവര്, ഇപ്പോൾ പ്രാർത്ഥന എഴുതിക്കൊണ്ടിരിക്കുന്നവര്, ഇപ്പോൾ പ്രാർത്ഥന സെൻഡ് ചെയ്യുന്നവരുടെ മേലെല്ലാം അവിടെ കണ്ണുനീര് കർത്താവേ നിന്റെ ആഴ്ചയാണെന്ന് അത്ഭുത കരത്താൽ കൈ നീട്ടിക്കൊണ്ട് സ്പർശിക്കണമേ. ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും നിന്റെ അത്ഭുതത്തിന്റെ ആഴ്ചയാണെന്ന് ഉത്സാഹത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തിയുടെ കാര്യങ്ങൾ നീണ്ടു തരട്ടെ. അവർ ആശ്വസിപ്പിക്കപ്പെടട്ടെ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ നിത്യപിതാവേ. എല്ലാ മാലാഖമാരുടെ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ കന്യാസ മറിയത്തിന്റെ കൂടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ വലിയ കൃപാഭിഷേക ധ്യാനങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ആരാധന. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ സ്തുതി. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആഴ്ചകളിലെ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിലേക്ക് ആരാധന അഭിഷേകത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ആരാധനയിൽ അനേകം മക്കളെ കർത്താവ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വിടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവ് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഇന്നത്തെ ധ്യാന ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം കാറ്റിൻ്റെ കാലത്ത് എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ജീവിതം ഒരു യാത്രയാണ്, നമുക്കറിയാം. ബൈബിളിൽ പലപ്പോഴും അതൊരു കപ്പൽ യാത്ര പോലെ വരും. ചിലപ്പോൾ നൗകയുടെ യാത്ര, കടലിലൂടെയുള്ള യാത്ര. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാറ്റും കോളും കടൽക്ഷോഭവും ഒക്കെ നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. ജീവിതയാത്രയിൽ ഇതുപോലെ ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ വരും, കടങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും, ഒക്കെ എല്ലാം കാറ്റുണ്ടാവും, കോളുണ്ടാവും. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കാറ്റിൻ്റെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത്, അതാണ്. അപ്പോൾ കാറ്റിൻ്റെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അച്ഛന് വഴിപാട് കിട്ടാനും വചനം കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് നല്ല ഒരുക്കമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ പ്രേയർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കർത്താവ് പുതിയ അഭിഷേകം നൽകും. അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഴയ അഭിഷേകമൊന്നുണ്ട്, പുതിയ അഭിഷേകമുണ്ട്. അപ്പോൾ ഏറ്റവും കറണ്ട് അഭിഷേകം നിങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് അച്ഛൻ ആശ്രയിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഫേസ്ബുക്കിൽ ചാനലുകളൊക്കെ ഒരു രസകരമായ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. അച്ഛന്മാരുടേതാണ്. ബൈബിൾ മാത്രമല്ല ദൈവവചനം. നമ്മുടെ നോബിളച്ഛനാണത് തുടങ്ങി വെച്ചത്. ആൻഡ്രൂസ് അച്ഛനുണ്ട്, ജോഷി മയാലച്ഛനുണ്ട്. ഞാൻ വളരെ ഹൃദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണത്. അത് പക്ഷേ അത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സാങ്കത്യം തോന്നി. കാരണം പണ്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ വീണതാ. കാര്യം ദൈവവചന വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ കൂടാനിടയായി, വൈദിക ധ്യാനത്തിൽ. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്ന വൈദികൻ പറഞ്ഞു, ബൈബിൾ മാത്രമല്ല ദൈവവചനം. അപ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം കുറേ നോവലൊക്കെ വായിക്കുന്ന ആളാണ്, ചെറുകഥയൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, നോവലുകളെല്ലാം ദൈവവചനമാണ്, ചെറുകഥകൾ ദൈവവചനമാണ്. ഇപ്പോൾ ഞാനവിടെ ദൈവമേ, ഈ നോവലൊക്കെ എഴുതി ചില ആൾക്കാർക്ക് 2-3 ഭാര്യമാരൊക്കെ ഉണ്ട്. വിശ്വപ്രസിദ്ധരായ സാഹിത്യന്മാരുകാർ തന്നെ, ഇപ്പോൾ ഹെമിംഗ്വേ തന്നെ, യു കൻ ഡിസ്ട്രോയ് മീ, യു കനോട്ട് ഡിഫീറ്റ് മീ എന്നുള്ള മാനവികതയുടെ ഒരു വിജയത്തിൻ്റെ വലിയ പോസിറ്റീവ് തിങ്കിങ് കൊടുത്ത ആളാണ്. പക്ഷേ കക്ഷി ആത്മഹത്യ ചെയ്ത് ഒരു വിഷയം ഉണ്ടായപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതുന്നതൊക്കെ ദൈവവചനമാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത് അവിടുന്ന്. അതുപോലെ ഞാനോടത്ത് അതുപോലെ വലിയ പ്രശ്നമാണ് ഈ പറയാൻ പോണതെന്നൊക്കെ പറയും. കാര്യം പുതിയ കാലമല്ലേ, എങ്ങനെയും മനുഷ്യന് ചിന്തിക്കാമല്ലോ. അപ്പോഴേ ഞാനത് ഫോളോ ചെയ്തപ്പോഴേ ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവർ വളരെ ഹൃദ്യമായ ഒരു സത്യമാണ് പറയണത്. എന്താണ്? ബൈബിളിന് സമാന്തരമായി ഒരു പക്ഷേ നമ്മൾ ഈ ബൈബിൾ ലിഖിത രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് പാരമ്പര്യ രൂപത്തിലാണ് നിലനിന്നിരുന്നത്. സത്യമാണത്. പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നുമില്ലാത്ത സഭകളാണ് സോളാ ഫിദെ എന്നൊക്കെ പറഞ്ഞ്, സോളാ സ്ക്രിപ്തൂറ, ബൈബിൾ മാത്രമെന്ന് പറയണത്. കാര്യം അവർക്ക് പാരമ്പര്യമില്ല. ഒരു മാതൃകാ സഭയെന്ന് പറഞ്ഞാൽ ദൈവവചനവും ഉണ്ടാവും, പാരമ്പര്യവും ഉണ്ടാവും. രണ്ടും ഒരുമിച്ച് ഇഴപെയർന്ന് വിടും പാവം പോലെയാണ് സഭാനുഭവം എന്ന് പറയുന്നത്, സഭയുടെ ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ വേറെ കാര്യം വന്നു. വെച്ചാലേ ഈ പാരമ്പര്യം എന്ന് പറയണത് എന്താണ് ശരിക്കും? അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത് എന്താ? യോഹന്നാൻ അത് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും. ഇപ്പം 1 യോഹന്നാൻ 1:1 ആ പാരമ്പര്യത്തിൻ്റെ സ്രോതസ് എന്താണ്? വെറുതെ ഒരു അനുഷ്ഠാനം ഉണ്ടായി വന്നതാണോ? അല്ല, ഇറ്റ് വാസ് ദെയർ എക്സ്പീരിയൻസ്. എന്താണ്? ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, സ്വന്തം കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം നിങ്ങളെ അറിയിച്ചതാണ് എഴുത്തായത്. വളരെയേറെ ആദ്യം അവർ കണ്ണുകൊണ്ട് കണ്ടതായിരുന്നു, ചെവി കൊണ്ട് കേട്ടതായിരുന്നു, അവർ കൈകൊണ്ട് സ്പർശിച്ചതായിരുന്നു.
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ അനുഭവിച്ചതായിരുന്നു എന്നതിൻ്റെ അർത്ഥം. കണ്ട് നമുക്ക് അനുഭവങ്ങൾ എങ്ങനെയാണ് വരണത്? ഹൗ വി ഗെറ്റ് നോളജ് കൊഗ്നീഷൻ എങ്ങനെയാണ്? ത്രൂ ദി സെൻസസ് ആണ് നമുക്ക് വരണത്. ത്രൂ ദി സെൻസസ് ആണ് നമുക്കത് വരണത്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനം. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് വരണത്? ആദ്യം വരണത് നമ്മൾക്ക് കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനങ്ങൾ വരണത് അനുഭവത്തിലൂടെയാണ് വരണത്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെയും ബേസ് എന്താ? എക്സ്പീരിയൻസാണ്. എന്താ ഞാനിങ്ങനെ പറയാൻ കാണുന്നറിയാവോ? ഇപ്പോഴും നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17-27 വായിക്കുമ്പോൾ ഈ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയണത്. അനുഭവമാണ് പിന്നീട് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഒക്കെ മാറണത്. അനുഭവം അല്ല വെറുതെ ഇങ്ങനെ ഒരു നോവെയർ ഇല്ലായ്മയിൽ നിന്നിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. വി മസ്റ്റ് സീ, വി മസ്റ്റ് ഫീൽ, വി മസ്റ്റ് എക്സ്പീരിയൻസ്, വി മസ്റ്റ് ഹിയർ സംബഡി. അവരെ നമ്മൾ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചത്. ആൻഡ് ദിസ് ഈസ് അപ്പോസ്തലിക് ചർച്ച്. അപ്പോസ്തലിക് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർക്ക് പാരമ്പര്യം ഉണ്ടാവും. അവർക്കൊരു യഥാർത്ഥ ചർച്ചിനെ വിശ്വാസ സമൂഹത്തെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വെദർ ദേ ഹാവ് ട്രഡീഷൻ ഓർ നോട്ട്, വെദർ ദേ ഹാവ് റിട്ടൺ വേർഡ് ഓർ നോട്ട്. നമ്മൾക്ക് വചന പാരമ്പര്യമുണ്ടോ, റിട്ടൺ പാരമ്പര്യമുണ്ടോ, സർവോപരി അവർക്ക് ട്രഡീഷൻ ഉണ്ടോ എന്ന്. പക്ഷേ അച്ഛൻ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസാണ്, അനുഭവമാണ്, ദൈവാനുഭവം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17-27 അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലങ്ങൾ കൽപ്പിച്ചു നൽകുന്നു. ഓരോ കാലങ്ങൾ. ഇപ്പോൾ കൊറോണ കാലമില്ലേ, ലോക്ക്ഡൗൺ കാലം, ഒരു പ്രത്യേക കാലമാണിത്. ഇതെന്തൊരു അപരിചിതമായ കാലം, നമ്മുടെ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കാത്തൊരു കാലം. ഇതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കണവരെ ഈ കാലം ഇങ്ങനെ പല വേഷത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, പല കോലത്തിൽ. ലോകത്തിലേക്ക് നമുക്ക് നയിക്കുന്നത് കാലവും കോലവുമല്ലേ. അപ്പോൾ അതാണ് കാലത്തിന് ഒപ്പിച്ച് കോലം തുള്ളണമെന്നൊക്കെ പറയും. അപ്പോഴേ ഇപ്പോഴേ ഈ രീതിയിൽ അങ്ങനെ പോകുകയാണ്. എന്താണ് അങ്ങനെ പോണത്? ഈ അനുഭവം എന്തിനാണ് ഉള്ളത്? 17-27 അവിടുന്ന് ഓരോരുത്തർക്കും വിഭിന്ന കാലങ്ങൾ നൽകുന്നു. എന്തിനാ? ഇത് സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവമാണ് അവിടുത്തെ പ്രശ്നം, അനുഭവമാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ സോഴ്സ് എന്താണ്? അനുഭവമാണ്. ദൈവത്തെ കാണണം. അപ്പോൾ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, വചനവാദികൾ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. വചനമായാലും പാരമ്പര്യമായാലും അൾട്ടിമേറ്റ് അതിൻ്റെ എയിം എന്താ? വി മസ്റ്റ് എക്സ്പീരിയൻസ് ഗോഡ്. ദൈവത്തെ നമ്മുടെ കണ്ണിന് അനുഭവിക്കണം, ദൈവത്തെ നമ്മളുടെ കാതിന് അനുഭവിക്കണം, ദൈവത്തെ നമ്മുടെ കൈക്ക് അനുഭവിക്കണം. വി മസ്റ്റ് ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് ഗോഡ്. വെദർ ഇറ്റ് ഈസ് ട്രഡീഷൻ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് വേർഡ് ഓർ നോട്ട്, വി മസ്റ്റ് ഫീൽ. എന്തായാലും അപ്പോഴേ ദൈവ അനുഭവത്തിലേക്ക് നയിക്കാത്ത പാരമ്പര്യമാണെങ്കിലോ ബി മറ്റ് ഇൻട്രോസ്പെക്റ്റ് ഈ വിഷയത്ത് അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യങ്ങൾ സഭയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ പുതപ്പ് നമുക്ക് എന്തിനുള്ളതാണ്? പുതപ്പ് നമുക്ക് തണുക്കുമ്പോൾ പുതച്ചിട്ട് ശരീരത്തിന് ചൂട് നൽകാനാണ്. അപ്പോൾ പുതപ്പ് നനഞ്ഞതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതപ്പ് നമുക്ക് യൂസ്ലെസ് ആകും. ചില സമയത്ത് പാരമ്പര്യത്തിന് ഇങ്ങനെയുള്ള ഒരു അപായം സംഭവിക്കാം. പുതപ്പാണ് പക്ഷെ നനഞ്ഞു പോയി, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സഭ അതാത് കാലങ്ങളിൽ സിനഡൊക്കെ കൂടിയിട്ട് കാലിക പ്രസ്തുതമായി ഇന്നത്തെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ ദൈവാനുഭവത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ പാരമ്പര്യങ്ങളെയും പരിശോധിക്കും. അതിനുള്ള സംവിധാനം സഭയിലുണ്ട്. അതാണ് മാതൃകാ സഭയുടെ രക്ഷണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് അഭിഷേകത്തോട് പാടി പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെയും, കൊയ്ത്തുകാല സമയമല്ലോ,
കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശ്രമിച്ച് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വചന ശുശ്രൂഷയിലെ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ. കർത്താവിന്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിലെ കർത്താവിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നന്ദി, ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇപ്പൊ അനുഭവത്തിലൂടെയും ദൈവവചനം വരാം. അനുഭവത്തിലൂടെയും ഇക്കാലത്തും സംഭവിക്കാം. ഇക്കാലത്തും നമ്മളുടെ ഓരോ അനുഭവവും കർത്താവ് വെളിപ്പെടുത്തിയ ഓരോ വചനത്തിന് പലപ്പോഴും അനിപേക്ഷണവും അതുപോലെ തന്നെ അതിനോട് സാധർമ്യമുള്ളതും തത്സമമോ തത്ഭവമോ ഒക്കെ ആയിട്ട് വരുന്ന അനുഭവങ്ങളാണ്. എല്ലാ അനുഭവങ്ങൾക്കും ഉണ്ടാവും. അതാണ് നമ്മൾ വചനം, ഇപ്പോൾ എഴുതപ്പെട്ട വചനങ്ങൾ കൃത്യമായി ധ്യാനിക്കണ കാരണം ഈ അനുഭവങ്ങൾ തുടരുകയല്ലേ. മനുഷ്യനുള്ളിടത്തോളം കാലത്തിനൊപ്പം മനുഷ്യനും അവൻ്റെ അനുഭവങ്ങൾ സഞ്ചരിച്ച് അതിലൂടെയാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഈ കാലങ്ങളിലെ. അപ്പം നമ്മൾക്ക് ഓരോ വചനത്തിനും, എഴുതപ്പെട്ട ഓരോ വചനത്തിനും നമ്മുടെ അനുഭവങ്ങളോടുള്ള സാധർമ്മ്യതയുണ്ട്. അത് കണ്ടെത്തുമ്പോഴാണ് ദൈവം നമ്മളിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ ലിറ്ററജിയിൽ നമ്മൾ പറയും ദൈവവചനമാണ് നമ്മൾ കേട്ടത് എന്ന്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ഓരോ അനുഭവത്തിലൂടെ അതാണ് സംഭവിക്കുന്നത്. ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഓരോ അനുഭവം, കാഴ്ചയായ അനുഭവമായാലും നല്ല അനുഭവമായാലും അത് കഴിയുമ്പോൾ ദൈവവചനമാണ് നമ്മൾ കേട്ടത് അല്ലെ കണ്ടത് എന്ന് പറയാൻ ഒരു വിശ്വാസി കഴിയുകയും ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവവചനത്തോട് നന്ദി പറയാം. അനുഭവമാകുന്ന ദൈവവചനത്തോട് നന്ദി പറയാൻ നമുക്ക് കഴിയണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ രാത്രി അനുഭവത്തിൻ്റെ സുവിശേഷത്തിലൂടെ പോവുകയാണ് നമ്മൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി. സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരമേ ചില സമയത്ത് ചൂടാകും. എൻ്റെ ഇന്ത്യയിലെ ഓർഗൻസിന് എവിടെയോ ഒക്കെ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ചൂടാകണത്. ഞാനിത് ഈശോയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈശോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഈ രോഗം നേരത്തെ മാറ്റാൻ ഉദ്ദേശിക്കണില്ല.
നിനക്കെൻ്റെ കൃപ മതി. കാര്യം ഇത് കൃപാസനമാണല്ലോ. അപ്പോൾ കൃപയ്ക്കാണ് ഇവിടെ കർത്താവിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഏത് വകുപ്പിലൂടെ ആയാലും കൃപയാർജിക്കാനുള്ള മാർഗമുണ്ടോ എന്നാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൂടായി, എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത സംഗതി അവിടെ കുഴപ്പത്തിലാവും. കാര്യം ഇന്ന് ശുശ്രൂഷയുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഉറക്കം വന്നില്ലെങ്കിൽ രാവിലെ ശരീരം പൊള്ളണ പോലെ തോന്നി, രാത്രി ഉറങ്ങാൻ പറ്റില്ല. തിരിച്ചും മറിഞ്ഞും കിടക്കുക തന്നെ ഈ 7 മണിക്കൂർ തന്നെ പരിപാടി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയാമോ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും, ശരീരം ഭയങ്കര ടയർഡായിരിക്കും അല്ലേ. അപ്പോൾ എന്തിനാണ് ഉറങ്ങണത്? നമ്മൾ ഫ്രഷാകാൻ വേണ്ടി ഉറങ്ങണത്. ഉറങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും, ഫ്രഷ് ആകത്തില്ല, ഊർജ്ജം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനോടത്ത് ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആകപ്പാടെ കൊളാപ്സായി പോകുമെന്ന്. പക്ഷേ ഞാൻ ഒരു രസമുള്ളത്, ഈ രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ശരീരം ഇങ്ങനെ പുള്ളി ഉണക്കം വരാതിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്നറിയാമോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ, ഈശോനെ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ ദിവ്യാരാധന നടത്താനതേ. ഈശോയുടെ പല രൂപങ്ങളുണ്ടല്ലോ. പീഡിതർ ഈശോയുടെ രൂപമാണ്, ശരീരം പൊള്ളുന്ന രൂപം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും. അപ്പോൾ ഞാൻ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ട്, ഒരു 500 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച. അപ്പോൾ കർത്താവിൻ്റെ ശരീരം കാണുമ്പോൾ നമ്മൾ എന്താ തോന്നണത്, നമുക്ക് നമ്മൾ ആരാധനയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ പീഡ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കാഴ്ചവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരാധന പ്രകരണമാണത്. എന്താണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞ് ഏതോ വെളുപ്പിന് ഏതോ സമയത്ത് മയങ്ങിപ്പോയി കാണും. ഞാനൊരു 7 മണിക്കായി ഇന്ന് താമസം എഴുന്നേറ്റ് 6:45. അപ്പോൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കട്ടിലിരുന്ന് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും. ഞാനോർത്ത് ഭയങ്കര ഡെഡ് ബോഡി പോലെ ആയി പോകുന്ന വിചാരിച്ചത്. ഞാൻ ഇവിടെ ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് പക്ഷേ എന്നെ ചിന്തിപ്പിച്ചു. എന്താ ചിന്തിപ്പിച്ചതെന്ന് അറിയാമോ, അതായത് ഞാൻ ലക്ഷ്യം വെച്ചത് എന്താ, എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗ് കിട്ടണം, കർത്താവിൻ്റെ ശുശ്രൂഷയുള്ളതാണ്, മിടുക്കായി ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാൻ ടയേർഡായി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിഷമിച്ചത് രാത്രി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പറ്റി ഞാൻ ഫ്രഷാണ്. ആസിഫ് ഐ ഹാഡ് എ ഗുഡ് സ്ലീപ്പ്. ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കമുണ്ടായിരുന്ന പോലെ ഞാൻ ഫ്രഷാണ്, ഊർജ്ജസ്വലനാണ്. അപ്പോൾ ഞാൻ കർത്താവിന് വീണ്ടും നന്ദി പറഞ്ഞു. ഞാൻ ഇതെന്താ ഇപ്പോൾ പറയാൻ കാരണം എന്നറിയാമോ, നമ്മൾ ആഗ്രഹിക്കണതൊന്ന്, ദൈവം ലക്ഷ്യം വെക്കുന്നത് വേറെ ഒന്ന്. എല്ലാം ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതേസമയം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടാകും. ചിലപ്പോൾ ആഗ്രഹം നടക്കത്തില്ല, ആഗ്രഹം നടക്കത്തില്ലെങ്കിലും ലക്ഷ്യം നടക്കും. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എൻ്റെ ആഗ്രഹം എന്താ, ഉറങ്ങണം. അപ്പോൾ ഉറങ്ങണതിൻ്റെ ലക്ഷ്യം എന്താ, ഊർജ്ജസ്വലനായിട്ട് രാവിലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ രാവിലെ എനിക്ക് എൻ്റെ ആഗ്രഹം നടന്നില്ല, ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ രാവിലെ ഇരുന്ന് ഞാൻ ഊർജ്ജസ്വലനായിരുന്നു, ലക്ഷ്യം നടന്നു. ഇത് ഞാൻ ഈ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് നമ്മൾ. അതായത് കാറ്റിൻ്റെ കാലത്ത് കർത്താവ് കടലിൻ്റെ മീതെ വരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ആഗ്രഹം എന്താ, വള്ളത്തിൽ കയറ്റാൻ വേണ്ടി, കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. 6:21 യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലേ, വള്ളത്തെ കയറ്റാൻ വേണ്ടി, അവരുടെ വള്ളത്തിലേക്ക് കർത്താവിനെ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് വള്ളത്തിൽ കയറിയില്ല, ആഗ്രഹം നടന്നില്ല. പക്ഷേ ലക്ഷ്യം നടന്നു. എന്താണ്, പൊടുന്നനെ വള്ളം കരക്കെടുത്തു. അപ്പം നമ്മളൊന്ന് ധ്യാനിക്കണത് എന്താണ്, കർത്താവിനെ വള്ളത്തെ കയറ്റാൻ അവർ ആഗ്രഹിച്ചത് എന്തിനാണ്, സുരക്ഷിതമായിട്ട് കരക്കെടുക്കാനാണ്. പക്ഷേ ആഗ്രഹം പോലെ നടന്നില്ല, കർത്താവ് വള്ളത്തെ കയറിയില്ല. പക്ഷേ 6:21 എന്താ പറയണത്, അവർ ലക്ഷ്യത്തിലെത്തിയെന്നാണ് പറയണത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാം നടന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ നടക്കത്തില്ല, കർത്താവിൻ്റെ ആഗ്രഹം പോലെ നടക്കും. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും, ദൈ കിങ്ഡം കം ദൈ വിൽ ബി ഡൺ. നിൻ്റെ തിരുമനസ്സ് നിറവേറണമേ.
പ്രാർത്ഥന ഉൾക്കൊള്ളുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ആഗ്രഹമാകുന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യം നിറവേറുമ്പോഴേ എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും അങ്ങയുടെ ആഗ്രഹം നടന്ന് ലക്ഷ്യം നിറവേറി അങ്ങയെ സ്തുതിക്കാൻ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവവചനമാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ബോധ്യത്തിലൂടെ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്നെ പുകഴ്ത്തി സ്തുതിച്ച് ക്ലേശകാലങ്ങളിലെ നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കാറ്റിൻ്റെ കാലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. കാറ്റിൻ്റെ കാലവും കർത്താവും, അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയം. നമ്മൾ കാറ്റിൻ്റെ കാലം ഇതുപോലെ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോസ്തലന്മാരുടെ ഇത് നമുക്കറിയാം. ഈ തോണിയിൽ 6:21 തോണിയിൽ കർത്താവിൻ്റെ ആദ്യ അപ്പോസ്തലന്മാരാണ് ഉള്ളതല്ലേ, 12 പേര്. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ്റെ കാലം വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലനും ഇതുപോലെ കാറ്റിൻ്റെ കാലം വന്നായിരുന്നു. അത് ജൂദായിൽ നിന്ന് അവർ ക്രെത്തേ വഴി റോമിലേക്ക് മാൾട്ടായിലേക്ക് പോകുന്നൊരു വഴിക്ക് വീണ്ടും കപ്പൽ യാത്രയാണ് അവിടെ ഉള്ളത്. അവിടെയും ഇതുപോലെ കൊടുങ്കാറ്റ് വന്നു. കാറ്റിൻ്റെ കാലത്ത് അവരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു വിഷയമാണ് ശരിക്കും. ആദ്യമേ പറയണത് അവർക്ക് താങ്ങാനാവാത്തൊരു വടക്ക് കിഴക്കൻ കാറ്റാണ് വന്നത്. തെക്കുന്ന് കാറ്റ് വന്നത് കണ്ടപ്പോഴാണ് അവർ കപ്പൽ യാത്ര തുടങ്ങിയത്. തെക്കുന്ന് കാറ്റ് വന്നത്, പക്ഷേ പെട്ടെന്ന് ആ കാറ്റ് മാറി വീശി. ജീവിതം എങ്ങനെയാ? പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു വടക്ക് കിഴക്കൻ കാറ്റ് വന്നു. വടക്ക് കിഴക്കൻ കാറ്റ് വന്ന് ഇവരെ കറക്കിക്കളഞ്ഞു. ഇപ്പം നമ്മൾ കൊറോണ വന്നിരിക്കണം അങ്ങനെയല്ലേ, നമ്മൾ അവിചാരിതമായി വന്നതാണ്. പലരും പറയണത് നമ്മുടെ ജീവിതത്തിൽ ആദ്യ എക്സ്പീരിയൻസ് ആണെന്നായത് കാറ്റിൻ്റെ കാലം പോലെ. അപ്പോൾ അവരെന്നാ ചെയ്ത് അതിൻ്റെ വഴിക്ക് വിട്ട്, ചില സമയത്ത് അങ്ങനെ പറ്റത്തുള്ളൂ, കാറ്റിൻ്റെ വഴിക്ക് വിട്ടെന്ന് നടപടി 27:15 തിരുവചനമുണ്ട്. അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് കപ്പലിനെ കാറ്റിൻ്റെ വഴിക്ക് വിട്ടെന്നാണ്. ഇപ്പം നമ്മൾ കൊറോണയുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെച്ച് പുരാതന ഈ അന്യഗ്രഹ ജീവികളെപ്പോലെയല്ല മനുഷ്യൻ സഞ്ചരിക്കണത്. കൊറോണ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ആരും പുറത്തോട്ടിറങ്ങാതെ അല്ലേ, പരമാവധി വീട്ടിൽ തന്നെ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. കൊറോണയുടെ വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ഇങ്ങനെയാണ്. അതാണ് 27:15 പറയണത്. കപ്പൽ കാറ്റ് പിടിച്ചപ്പോൾ അവിചാരിതമായൊരു കാറ്റ് വന്നപ്പോൾ കാറ്റിൻ്റെ വഴിക്ക് കപ്പലിനെ വിട്ടെന്ന്. പക്ഷേ എന്നിട്ട് അവർ രക്ഷപ്പെട്ടില്ല. കാറ്റിൻ്റെ വഴിക്ക് വിട്ടെങ്കിലും ഇത് വീശി അടിക്കല്ലേ, കറക്കി അടിക്കണ സമയത്ത് എന്നാ പറ്റി, വള്ളം പെട്ടെന്ന് ഈ കപ്പൽ താന്ന് നിൽക്കുന്ന കാരണമേ ഭാരമുണ്ടായിരുന്നു. ഭാരമുള്ളത് കൊണ്ട് കപ്പലിൻ്റെ വില്ലിക്കൊപ്പം വെള്ളമാണ്. അപ്പോൾ അവരെന്നാ ചെയ്യണത്, അടുത്ത പരിപാടി എന്താ, അവർ കപ്പലിൻ്റെ ഭാരം കുറക്കും. അതൊക്കെ ഭയങ്കര സീരിയസാണ് ജീവിതത്തിൽ. ഇപ്പോൾ നമ്മൾ ഭാരം കുറച്ചില്ലേ, നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു കൊച്ചിന് 2 മൊബൈലൊക്കെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഇപ്പോൾ ചാർജ് ചെയ്യണേ കുറച്ചു ഇല്ലേ. ഓരോ വീട്ടിലും ഓരോ TV ഒക്കെ അല്ലേ. എന്താ നമ്മൾ ജീവിച്ചു കൂട്ടിയ ജീവിതം. പ്രാർത്ഥന പോലും ഇല്ല, സന്ധ്യപ്രാർത്ഥനയില്ല. ഓരോരുത്തർക്കും അവരെല്ലാം തന്താങ്ങളുടെ വഴിക്ക് പോകുകയില്ലേ. ഇപ്പം പ്രവാസികളെല്ലാം തിരിച്ചു വരുന്നു. ഈ പ്രവാസികൾ കൊണ്ടുവന്ന കാശിനാണ് നമ്മൾ ജീവിച്ചതെന്ന് നമുക്ക് കുറേ അധികം ഒരു 60% കേരളം സർവൈവ് ചെയ്തത്. ജീവിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്തത്. നമ്മൾ അവരെപ്പോലും മറന്നുകൊണ്ട് ആർഭാടം കാണിച്ചവരില്ലേ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ?
എല്ലാ വർഷവും ഓരോ കാറൊക്കെ വാങ്ങിച്ച് മാറണ ആൾക്കാരില്ലേ? ജീവിതം ഭാരങ്ങൾ. ഇപ്പം നമുക്ക് കാറുണ്ട്, പക്ഷേ ഇറക്കാൻ പാടാ. എവിടെ പോകണമെന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരായി. പണ്ട് ചോദിക്കത്തില്ലായിരുന്നു എവിടെ പോകണമെന്ന്. വല്ല ഉടായ്പ പറയുകയാണെങ്കിൽ അടിയും പിടിക്കും ചിലപ്പോഴും. അതാണ് അവസ്ഥ. അപ്പോൾ പരമാവധി ഇതെല്ലാം ഈ ഭാരം കുറയുകയാണ്. ശരിക്കും കൊറോണ വന്ന് ഭാരം കുറയ്ക്കുക. അതുകൊണ്ടാണ് ഈ നമ്മുടെ 27 ദൈവജനമില്ലേ, നടപടി പുസ്തകത്തിന് 27:18 അവരെ കപ്പലിൻ്റെ ഭാരം കുറച്ചു എന്നാണ്. കപ്പലിൻ്റെ ഭാരം കുറച്ചു. 38 വചനമുണ്ട്. ജീവിതത്തിൻ്റെ ഭാരം. ഇനി നമ്മളൊക്കെ ഒരു പഠനമാണിത്. ഇനി ഓർക്കുക, നമ്മളായത് മനുഷ്യനെ മറന്ന് നമ്മളുടെ മാത്രം സുഖം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച ജീവിതത്തിന് ഒരു പിന്തിരിഞ്ഞ് നോട്ടത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കണം. ഒന്നുമല്ല നീ എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുസ്തകം കണ്ടു, ഹോമോ ദേവൂസ്. ആരോ എഴുതിയതാണ്, വലിയ ആളാണ്, UNOയിലെ വലിയൊരു സെക്രട്ടറി എഴുതിയാണ്. ഹോമോ ദേവൂസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ടുമാറോ. നാളത്തെ ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലത്താണല്ലോ. നാളത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണം വിദ്വാൻ. എന്താ വിദ്വാൻ എഴുതിയിരിക്കണത്? നാളെ മനുഷ്യൻ ഈശ്വരനെ പോലെ ആകുമെന്ന്. എങ്ങനെ ചിരിക്കാതിരിക്കും? നാളെ മനുഷ്യൻ ഈശ്വരനെ പോലെ ആകുമെന്ന് എഴുതിയ പുസ്തകത്തിന് 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടില്ല. ഈ ഈശ്വരന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി വിളിച്ചൊന്നും ഒരു പിടിയില്ല. കണ്ണ് കാണാൻ പറ്റാത്ത സോപ്പിട്ട് കഴിയാൻ പിന്നെ പോടെ ഒരു ജീവിനെ പേടിച്ച് ഈ മനുഷ്യ ദൈവങ്ങളൊക്കെ ഒളിച്ച സ്ഥലത്തിന് കണക്കില്ല. ദിസ് ഈസ് മാൻ ആൻഡ് മാൻ ഈസ് നത്തിങ്. ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാലത്തിൻ്റെ വിളിയാണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം സമാഗതമാ, സകലരും അനുദപിക്കും, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കാറ്റിൻ്റെ കാലത്ത്, കടക്ഷോഭത്തിൻ്റെ കാലത്ത്, കപ്പൽ ഛേദത്തിൻ്റെ കാലത്ത് ഇതെല്ലാം ജീവിതാനുഭവങ്ങളാണ്. ഈ ജീവിതാനുഭവങ്ങൾ ബുദ്ധിയും ബോധമുള്ളവൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം 17-27 വേണ്ടിയാണ് നടപടി പുസ്തകം. അവനവനും ഓരോരുത്തരും അവനവൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ അപ്പോസ്തലൻ്റെ അവസ്ഥ എന്താണ് കണ്ടില്ലേ? പൗലോസ് അപ്പോസ്തലൻ ഈ ക്രേത്തയിലെ കപ്പലിലുണ്ട്. അപ്പോഴേ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന റിപ്പോർട്ടിംഗ് ആണ് ലൂക്ക എഴുതിയിരിക്കുന്നത് അക്കൗണ്ട് നടപടി പുസ്തകത്തിൻ്റെ. ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ പറയണത് ഇപ്പോൾ 27-20 എന്താ പറയണമെന്നറിയാവോ? ഈ കാറ്റിൻ്റെ കാലത്ത് എപ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് സൂര്യനെ കാണാനില്ല എന്നാണ് പറയണത്. കടലിൽ കടലിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ സൂര്യനെ കാണാനില്ലായിരുന്നു, നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയല്ലേ? ചില സമയത്ത് കുറേ കാലത്തേക്ക് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകത്തില്ല, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ജീവിതം ഇരുട്ട് പോലെ തോന്നും. ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അതാണ് 27-20 കുറേ കാലത്തേക്ക് ചന്ദ്രനെ കാണാനില്ലായിരുന്നു, സൂര്യനെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഇത് ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന നടപടി പുസ്തകം റെവലേഷനാണ്. ഇപ്പം ഇതിൻ്റെ 20 അതാ 27 നമ്മുടെ ഇപ്പോൾ വായിച്ച് കേട്ട സുവിശേഷമില്ലേ, നടപടി പുസ്തകത്തിൽ വായിച്ചില്ലേ നമ്മൾ 27-20. അതെന്താണ്? കുറേ ദിവസത്തേക്ക് നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നു. ദിക്കറിയാൻ പാടില്ലെന്ന്. നക്ഷത്രങ്ങളെ അറിയാം, കപ്പൽ യാത്രക്കാരറിയാമല്ലോ, മാരിടൈംസ്
എപ്പോഴും ഈ വെള്ളികൾ കണ്ടാണ്. കപ്പൽ വെള്ളി എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമുണ്ട്. വിടിയ വെള്ളി എന്നും പറഞ്ഞൊരു നക്ഷത്രം. വിടിയ വെള്ളി എന്ന് പറഞ്ഞാൽ പ്രഭാത നക്ഷത്രം, അല്ലെങ്കിൽ ഒരു ചോറ്റു വെള്ളി എന്ന് പറഞ്ഞ് വേറെ നക്ഷത്രമുണ്ട്. രണ്ടും ഒന്നാ, ശുക്രനാണ്. നമ്മൾ പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ എന്ന് പറയത്തില്ല, അതാണ് സംഭവം. പിന്നെ സമുദ്രതാരം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ്. ഇവർ ദിക്കറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ വിടിയ വെള്ളി ഉദിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് അറിയാൻ മതി, കിഴക്കാണ് ഉദിക്കണത്. ശുക്രനക്ഷത്രം, പ്രഭാത നക്ഷത്രം ഉദിക്കും. അസ്തമിക്കാൻ നേരത്തെ സംഭവം രാത്രി ഉദിക്കും, അത്താഴത്തിന് ഉദിക്കും. അതിനാണ് ചോറ്റു വെള്ളി. കടലിൽ പോകുന്ന ആൾക്കാർ ചോറ് കഴിക്കണ സമയം അത്താഴത്തിൻ്റെ നക്ഷത്രം. അപ്പോൾ അത് പടിഞ്ഞാറാണ്. പക്ഷേ ഇത് ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ അറിയണത് എങ്ങനെയാണ്? നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കണേ? കപ്പൽ യാത്രക്കാരൻ കുറേ കാലത്തേക്ക് നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നു, ദിക്കറിയത്തില്ലായിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കര എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെ അടുപ്പിക്കണമെന്ന് അറിയത്തില്ല. നോ വേ ലെഫ്റ്റ് ഇൻ ദി എയർ. അതാണ് 27:20 ദിക്കറിയാത്ത. ഈ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഏത് ജോലിക്ക് പോകണം, എവിടെ പോകണം, എങ്ങനെ, നമുക്കൊരു കുഴച്ചിലേ. ഈ കുഴച്ചിലെ കാലത്ത് നമുക്ക് വെളിച്ചമില്ലാത്തൊരവസ്ഥ വരും, ദിക്കറിയാത്ത അവസ്ഥ. ഇതിങ്ങനെ ഉണ്ടാകും. ഇതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നടപടി പുസ്തകത്തിന്റെ 27:20 എഴുതിയിരിക്കുന്ന പോലെ സൂര്യൻ കാണാത്ത, നക്ഷത്രങ്ങളെ കാണാത്ത, ദിക്കറിയാത്ത ജീവിത യാത്രയിലെ കർത്താവേ, ഞങ്ങളെ നയിക്കാൻ ആവശ്യമായ തേജസ്സിനാൽ, ദൈവ തേജസ്സിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്ത് ജീവിതത്തിൽ ദിക്കറിയാൻ പറ്റാതെ വരും, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതെ വരും. നീ പഠിച്ചു, നിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. കല്യാണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, എവിടെ നിന്ന് കെട്ടണം, ആരെ കല്യാണം കഴിക്കണം നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോഴെന്തിനാണെന്നറിയാമോ? നമുക്ക് ഫിസിക്കലായിട്ടുള്ള കുറേ ചിന്തകളും ധാരണകളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമുക്കൊന്നും വ്യക്തമല്ല. ഇങ്ങനെ വ്യക്തമല്ലാത്ത കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നുണ്ട്, ചന്ദ്രനെ കണ്ടില്ലേ എന്ത് ചെയ്യണം, സൂര്യനെ കണ്ടില്ലേ എന്ത് ചെയ്യണം, നക്ഷത്രനെ കണ്ടില്ലേ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഇപ്പോൾ 27:20 നമ്മൾ കണ്ടു, കുറേ കാലത്തേക്ക് ചന്ദ്രനില്ല, സൂര്യനില്ല, നക്ഷത്രനില്ല എന്ന് പറയും. ദിക്കറിയണില്ല, വെളിച്ചമില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ അട്ടർ കൺഫ്യൂഷൻ. പക്ഷേ എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പറയും. 21:23 They will not need lamplight or sunlight. The Lord God will be their light. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 21:23. ഇനി അവർക്ക് ചന്ദ്രൻ്റെ ആവശ്യമില്ല, സൂര്യൻ്റെ ആവശ്യമില്ല. ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. ദൈവമായ കർത്താവ് തന്നെയായിരിക്കും അവിടെ വെളിച്ചം. സ്തുതിക്കട്ടെ അവരുടെ തേജസ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പം ധിക്കറിയാൻ പറ്റാത്ത കാലം ഉണ്ടാകും അല്ലേ? എന്താണ്? ദൈവത്തിൻ്റെ തേജസ്സാണ് അപ്പോൾ ആ സമയത്ത് മനുഷ്യനെ ആശ്രയിക്കേണ്ടത്. മനുഷ്യൻ്റെ ഉപദേശത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ തേജസ്സാണ് മനുഷ്യ. അതാണ് കർത്താവിൻ്റെ തേജസ്സായിരുന്നു അവിടെ വെളിച്ചമെന്ന്. ഇപ്പം നമ്മൾ 21-23 വെളിപാടിൻ്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. ചന്ദ്രനെ കാണാത്തപ്പോൾ, സൂര്യനെ കാണാത്തപ്പോൾ, ചന്ദ്രനെ കാണാത്തപ്പോൾ, ഇരുട്ടിൻ്റെ കാലത്ത് ദിക്കറിയാത്തപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണത്. അല്ലാതെ വീഡിയോ ഗെയിം കളിക്കേണ്ട സമയമല്ലത്. അല്ലാതെ നമ്മൾ വിനോദം കളിക്കേണ്ട, ചീട്ട് കളിക്കേണ്ട, റമ്മി കളിക്കേണ്ട സമയമല്ലത്. കൊറോണ കാലം ദിക്കറിയാത്ത കാലമാണ്. അത് പ്രാർത്ഥനയുടെ സമയമാണ്. ദൈവത്തിനെ തിരിച്ചറിയണം. അതാണ് 27:20 ഈ നടപടി പുസ്തകത്തിൽ 27:20 പൗലോസ് ആ സമയത്ത് എന്താ ചെയ്തെന്നറിയാവോ?
നമ്മൾ 27-29 വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചയുണ്ട്. ഈ കപ്പൽ യാത്ര 27-29 വരുമ്പോഴേ പറയണത്, ഈ ഇരുട്ടിൽ പോയി ഞങ്ങളുടെ കപ്പൽ ഏതെങ്കിലും പാറക്കെട്ടിൽ ഇടിച്ച് തകരുമോ ഞങ്ങൾക്ക് തോന്നി. കുടുംബം അങ്ങനെ ഇടിച്ച് തകരുമല്ലോ. ഇപ്പം എല്ലാം ഡൈവേഴ്സൊക്കെ വരണില്ലേ, പല കുടുംബങ്ങളിലും ആവശ്യമുള്ളവരും ഇല്ലാത്തതിനൊക്കെ എല്ലാം ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട കൈക്ക്. അപ്പോൾ അങ്ങനെ ഇടിച്ച് തകരണ സമയത്തുണ്ടാവും. കാരണം നിസ്സാര കാര്യം, നല്ല കുടുംബങ്ങളൊക്കെ നിസ്സാര സമയത്ത് ഒരു വിവാഹം കൊണ്ട് ഇടിച്ച് തകരണ കാണാം. അപ്പോഴേ പൗലോസ് എന്താ ചെയ്തത്? ഇങ്ങനെ ഇടിച്ച് തകരണ സമയത്ത് വന്നപ്പോൾ എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പം ജോലി നഷ്ടപ്പെടും, കുടുംബം ഇടിച്ച് തകരും അല്ലേ. പലരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന സ്നേഹം കൊണ്ടല്ലേ, സാമ്പത്തിക വരുമാനമൊക്കെ കൃത്യമായിട്ട് കിട്ടണതുകൊണ്ടാണ്. ഇല്ലാതെ വരുമ്പോഴേക്കും ഓരോരുത്തർ ലക്ഷണം വരണത്. എല്ലാം ഇങ്ങനെ പണ്ട് കുറുക്കൻ നിലച്ചായത്തിൽ വീണ് വിഷ്ണുവായിരിക്കണ പോലെയുള്ള വേഷംകെട്ടുകളാണ്. ജീവിതത്തിലൊരു അനുഭവങ്ങൾ വരുമ്പോഴാണ് സ്നേഹമായിരുന്നോ ഉണ്ടായിരുന്നത്, അഥവാ പൈസയുടെ പണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയാണോ എന്നൊക്കെ. ഇതുപോലെ കാറ്റും കോളും ഒക്കെ വരണം, നമ്മുടെ പെയിൻ്റ് ഇളകണ സമയം ഉണ്ടാകണം. എന്തിനാണെന്നറിയോ? വെദർ യു ആർ സിൻസിയർ ഓർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന് മുമ്പിൽ ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ ജീവിതം തന്നെയാണോ നീ നയിക്കണത്, അതോ നിൻ്റെ ദൈവം ധനമാണോ എന്നറിയാൻ വേണ്ടി ആണ് ഇതുപോലെ നിങ്ങൾ ഇതാ ലോകത്തിൻ്റെ അധികാരി വരണം എന്ന് ഈശോ പറഞ്ഞില്ലേ. ലോകത്തിൻ്റെ അധികാരികൾ വരും, കൊറോണയായിട്ട് വരും, ചിലപ്പോൾ രോഗമായിട്ട് വരും. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. വിശ്വാസത്തിന് മേൽ ഒരു കൊറോണയ്ക്ക് ഒരു കാര്യമില്ല. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുന്ന കർത്താവ് പറഞ്ഞില്ലേ. ലോകത്തിൻ്റെ അധികാരിയൊക്കെ വരുമ്പോഴങ്ങനെയാണ്. ഇപ്പോൾ 22 ലൂക്കാസ് സുവിശേഷകത വായിക്കണതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലത്തേക്ക് പോലെ ഇരുട്ടിൻ്റെ ശക്തികൾ വരും. പക്ഷേ എൻ്റെ മേൽ കാര്യമില്ല, വിശ്വാസത്തിന് മേൽ അവന് കാരണമില്ല, കാര്യമില്ല, തൊടാൻ പറ്റത്തില്ല. അവനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്. അതുപോലെ അവൻ കടന്നു പോകത്തുള്ളൂ, ദൈവം അവനെ നയിക്കത്തുള്ളൂ. കൈയടിച്ച് ലോകത്തിന്റെ അധികാരി വരുന്നോ, അവൻ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം തളരരുതേ മനമേ, ഒരുമിച്ച് പാടുക. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല. ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ കാരണമൊന്നുമില്ല. ഇതുപോലെയുള്ള ഓരോ കാലത്ത് ലോകത്തിൻ്റെ അധികാരികൾ വന്നുകൊണ്ടേയിരിക്കും. അവനൊന്നും വിശ്വാസികളുടെ ഒരു കാരണമില്ല. ഒരു കൊറോണയ്ക്കും അവൻ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതാണ് ലൂക്ക 22:22 നമ്മൾ വായിക്കുന്നത്.
മനുഷ്യപുത്രൻ. ഇത് കർത്താവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവന് നല്ല ബോധ്യങ്ങളുണ്ട്. ഞാൻ എന്താ ദൈവം ഇങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? ഈ ഒരു കാലഘട്ടം ദിശയറിയാതെ ദിക്കറിയാതെ ജീവിതം ഇരുട്ടിൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. ആ കപ്പൽ യാത്രയിൽ അവരെന്താ ചെയ്തത്? 27, 29 തിരുവചനം, നടപടി പുസ്തകം. ആ കപ്പൽ യാത്ര എന്താ ചെയ്തത്? ഞങ്ങൾ 4 നങ്കൂരങ്ങൾ ഇറക്കിയെന്ന്. അതായത് ഈ കുടുംബമില്ലേ, ഈ കപ്പലല്ലേ ഇടിച്ച് തകരുമെന്ന് കണ്ടപ്പോൾ 4 നങ്കൂരങ്ങൾ ഇറക്കിയെന്നാണ്. അത് കേട്ടപ്പോഴേ മനസ്സിൽ വന്നത് എന്താ അറിയാവോ? ദിക്കറിയാതെ വരുമ്പോൾ, ദിശ അറിയാതെ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനാധ്യാത്മ ജീവിതത്തിൽ നിന്ന് ഈ മഹാസമുദ്രത്തിലേക്ക് നമ്മൾ 4 നങ്കൂരങ്ങൾ ഇറക്കും. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതാണ് 4 നങ്കൂരം. നമ്മൾ 27, 29 പറയുന്ന കപ്പൽ ഇടിച്ച് തകരാൻ പോയപ്പോൾ, ഞങ്ങൾ പാറയിടിച്ച് തകരാൻ പോകുമ്പോൾ ഒരു കുടുംബം തകരാൻ പോവുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? 4 നങ്കൂരങ്ങൾ നമുക്ക് ഇറക്കണം. അതാണ് നമ്മുടെ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ ഞങ്ങൾ 4 നങ്കൂരങ്ങൾ, വിശ്വാസം, പ്രത്യാശ. വിശ്വാസം നങ്കൂരം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ അടയാളം തന്നെ നങ്കൂരമാണ്. പ്രത്യാശ, പിന്നെന്താണ്? ദൈവസ്നേഹം, പിന്നെന്താണ്? അതായത് നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കും, നമ്മൾ പ്രത്യാശയോടെ ജീവിക്കും, നമ്മൾ ദൈവത്തെയും മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കും. സർവോപരി ഞങ്ങൾ കര പറ്റുകയില്ലെന്ന് തോന്നിയെന്ന് പൗലോസപ്പൻ ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ 4 നങ്കൂരങ്ങൾ ഇറക്കി. അതാണ് സമർപ്പണം. കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന്. എന്തൊരു മനോഹരമാണ് ബൈബിള്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തോത്രം, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ പ്രാർത്ഥന, കപ്പലിലുള്ള പ്രാർത്ഥനാ കാര്യങ്ങളിൽ പൗലോസിനെ കർത്താവ് ഒരു വെളിച്ചം കൊടുത്തു. പൗലോസോട് പറഞ്ഞു, നിന്നെ പ്രതി ഞാൻ ഈ കപ്പലിലുള്ളവരെല്ലാവരെയും രക്ഷിക്കും. 260 പേരെ പറ്റി ഉണ്ടായിരുന്നേ കപ്പലിലെ. നിന്നെ പ്രതി ഞാൻ ഈ കപ്പലിലുള്ള എല്ലാവരെയും രക്ഷിക്കും. അത് കർത്താവ് അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചു. അതാണ് 27, 24, നടപടി 27, 24, 25. ആ 25-ലാണ് കൃത്യമായിട്ട് പറയണത്, നിന്നെ പ്രതി ഈ കപ്പലിലുള്ള ജനങ്ങളെയും ഞാൻ നിനക്ക് തരുമെന്ന്, നിന്നെ പ്രതി നിനക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പ്രതി ഞാൻ അവരെ സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് പൗലോസ് ഉടനെ പറയും, കപ്പൽ തകർന്നു പോണേ പോട്ടെ, നമുക്ക് ജീവിച്ചിരുന്നാൽ നമ്മൾ 10 കപ്പലുണ്ടാക്കും, പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് എൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു രാത്രി, അതാണ്, ഇതിലാരും നശിച്ചു പോകത്തില്ല. നീ റോമിൽ പോയി സീസറിന് മുമ്പ് നിൽക്കുക തന്നെ ചെയ്യും. നിന്നെ പ്രതി നിൻ്റെ കൂടെയുള്ള ജനങ്ങളെ ഞാൻ സുരക്ഷിതരാക്കുമെന്ന്. എൻ്റെ ദൈവവേദനെ, നിൻ്റെ കുടുംബത്തിൽ ഒരാൾ മതി വിശ്വാസമുള്ള. ഈ 4 നങ്കൂരം ഇറക്കാൻ പറ്റണ ഒരാൾ മതി കുടുംബത്തിൽ. ഇപ്പം നിങ്ങൾ പറയാം, എൻ്റെ മകന് വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, എൻ്റെ വീട്ടിൽ ആർക്കും വിശ്വാസം, അമ്മായിയമ്മ പ്രാർത്ഥന ചെല്ലത്തില്ല. ആ സമയത്ത് അവർ സീരിയൽ കാണുകയാണ്. എൻ്റെ അമ്മേ, ഞാൻ ഈ കൊറോണക്കാലം മുമ്പ് കേട്ടോണ്ടിരുന്ന ഇതാണ്. പല മരുമക്കളും വന്ന് എന്നോട് പറഞ്ഞ ഇതാണ്, അച്ഛാ ഞാൻ ഒത്തിരി കൊതിച്ചും പ്രാർത്ഥിച്ചൊക്കെയാണ് ഈ കുടുംബത്തിൽ കെട്ടി പോകുന്നത്, പക്ഷേ ഇവിടുത്തെ അമ്മായിയമ്മ പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥനയും ചെല്ലത്തില്ലെന്ന്. ആ സമയത്ത് അവർ സീരിയൽ കാണുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കാലങ്ങളിൽ വന്നൊരു മാറ്റം, വലിയമ്മമാർ വെള്ളം ഒടിക്കും, സീരിയലും കാണും. അപ്പോൾ അതായത് വഴിപിഴച്ച മുതിർന്നവർ പോലും തല ചീഞ്ഞിരിക്കണമല്ലേ. ഇപ്പം നമ്മളൊരു മത്സ്യം മേടിക്കുമ്പോൾ ആൾക്കാർ ഈ ചെകിളക്കാരോട് എന്താ ചെയ്യണത്? അതിൻ്റെ ചെകിള അങ്ങോട്ട് പൊക്കി നോക്കും. എന്താ കാര്യം? ചെകിളക്ക് കളർ വ്യത്യാസം ഉണ്ടാകുന്നതാണ് നോക്കണത്. തല ചീഞ്ഞ ഉടൽ ഇപ്സഭാഗത്ത് ചീഞ്ഞിരിക്കും. വലിയമ്മമാർ വെള്ളം അടിക്കാനും സീരിയൽ കാണാനും തുടങ്ങിയപ്പോൾ തല ചീഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് ഈ ഭൂമി നിലനിർത്തിയിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനാ? ഓരോ ദുരന്ത മരണങ്ങളും ഇപ്പോൾ 2.5 ലക്ഷം പേര് മരിച്ചില്ലേ. ഈ ഭൂമി നിലനിർത്തണം കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാനാണ്? ദൈവത്തിന് എന്തുണ്ടാകാനാണ്? എന്ത് മഹത്വം ഉണ്ടായി? അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോഴേ ഇതുപോലുള്ള ആശീർവാദങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പരത്തുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിൽ ഒരാളുണ്ടായാലും മതി. പൗലോസ് അതുകൊണ്ടാണ് 27, 25
നിന്നെ പ്രതി ഈ ജനങ്ങളെ ഞാൻ സുരക്ഷിതമായി നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. ദൈവവേദനെ നിൻ്റെ കുടുംബത്തിൽ നീ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ, നീ മാത്രമേ വിശ്വസിക്കാനുള്ളൂ, നീ മാത്രമേ ദൈവത്തെ ശരണപ്പെടുന്നുണ്ടെങ്കിൽ നിൻ്റെ ഒറ്റ ബലത്തിൽ കർത്താവ് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി, നീ വിശ്വാസിയായി നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ടു. കാറ്റും കോളും വരുമ്പോഴേ കൽക്ഷോഭ കാലങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ദൈവിക നിലപാടുകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ വീണ്ടും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും പ്രത്യാശയോടെ ഇരിക്കണം. കൃപാസനത്തിൻ്റെ ആരാധനയും നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ മധ്യസ്ഥം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാം അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അമ്മയെ മധ്യസ്ഥയാക്കിക്കൊണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട്. നമുക്ക് 12,500 പേര് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ലോക്ക്ഡൗണോട് കൂടി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഓൺലൈൻ ഉള്ള സാധ്യതയും തീരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുമ്പ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് മാറ്റണം. ഈ നിമിഷം മുഴുവൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ വന്ന് കർത്താവേ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവരെ, ഇപ്പോൾ ഓൾറെഡി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അവരുടെ ജീവിത ആവശ്യങ്ങളിലെ ഈ ആരാധനയെ ആശ്രയിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവേ സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ലോകം മുഴുവനും വേണ്ടി കർത്താവേ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ഈശോ അങ്ങയുടെ വലത് കരം ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവേ. അക്ഷരാർത്ഥത്തിലെ യേശുക്രിസ്തുവിന്റെ സൗഖ്യം ഈ നിമിഷം അവർക്ക് അനുഭവേദ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മക്കളെ, ത്വക്ക് ശരീരം മുഴുവനും ഇപ്പോൾ മുടിക്കൊഴിച്ചിലുൾപ്പെടെ മൂർധാവിലെ ഉള്ള മുടി ഇങ്ങനെ ശരീരത്തിൽ തലയുടെ മുടികൊഴിച്ചിലുൾപ്പെടെ കടുത്ത തലവേദന, കണ്ണിൻ്റെ എരിച്ചിലും പുകച്ചിലും, നാവിൻ്റെ ഉള്ളിലുള്ള പൊട്ടലുകൾ, ശരീരം മുഴുവൻ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മുഴകൾ, സിസ്റ്റുകൾ, അതുപോലെ കുരു, അതുപോലെ ചൊറി, ചിരങ്ങ്, ഇതുപോലെയുള്ള വിസർപ്പ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള രോഗികൾ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ നിങ്ങളുടെ അറിവുള്ളവർക്കൊക്കെ ഈ രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിസർപ്പ രോഗികളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ദിവ്യകാരുണ്യമേ ഇപ്പോൾ കഴുകണമേ. കർത്താവേ, ത്വക്ക് രോഗികളെ, ചിരങ്ങ് രോഗികളെ, ചൊറി പിടിച്ചവരെ, ചുണങ്ങ് പിടിച്ചവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ശരീരത്തിലെ വടുക്കളുള്ളവരെ, സിസ്റ്റുള്ളവരെ, മാറി മാറി വിഷപ്പൊട്ടുകള് ഉണ്ടാകുന്നവരുടെ മേൽ കർത്താവിന്റെ രക്തം തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ, യേശു നാമത്തിലെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ.
ദൈവമേ യേശുവേ ദൈവമേ കർത്താവേ രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, ഓരോ വിഷയങ്ങൾ അച്ഛൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സങ്കടം തോന്നണം. ഇപ്പം വിവാഹമോചനമെന്ന് പറയണില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹമോചനമൊന്നും വീട്ടിലുണ്ടാകത്തില്ല. പക്ഷേ അതുള്ള വീട്ടിനെക്കുറിച്ച് നമ്മുടെ വീട്ടിലാണ് അതങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വഴി എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമില്ലെന്ന് വിശ്വാസി മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഈ പൗലോസിനെ പോലെ കപ്പൽ മുഴുവൻ മൊത്തം ഇടിച്ച് തകരാൻ പോയാലും എൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കണം. ഒരാളുണ്ടെങ്കിൽ ദൈവം കുടുംബത്തെ സംരക്ഷിക്കുമെന്നല്ലേ നമ്മളെ വചനം കേട്ടത്. അത് സത്യമായ അനുഭവമാണ്. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, അതിന്റെ മൂലം വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കള്, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിത രീതികള്, വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവമഹത്വമില്ലാത്ത, ദൈവത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങള് കർത്താവേ നീ സന്ദർശിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ വഹിക്കണമേ. നാമത്തിലെ തകർന്ന കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിലെ സമുദ്ധരിക്കപ്പെടട്ടെ. എനിക്കായി കരുതുന്നവൻ, സന്തോഷത്തോടെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമ്പത്തിക തകർച്ച ഒരു വലിയ വിഷയമായി വരികയാണ്. രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിച്ചാൽ മാത്രമേ പ്രജകളെ സാമ്പത്തിക ശക്തിയിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വ്യക്തികളെ സാമ്പത്തികമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് േക്കാൾ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിക്കത്തുള്ളൂ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എല്ലാ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം സംസ്ഥാനവും സാമ്പത്തിക വ്യവസ്ഥിതികളെല്ലാം ശക്തിപ്പെട്ടുകൊണ്ട് എല്ലാ പ്രജകൾക്കും എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായ ജീവിതമാർഗം ലഭിക്കുന്നതിനായി ദൈവമേ പുതിയ വഴികളെ, പുതിയ ലോകത്തെ നീ സൃഷ്ടിക്കണമേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നീ, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നീ, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല.
നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. കിടപ്പ് രോഗിയുള്ള കുടുംബങ്ങൾ, ആന്തരികമായ ഓർഗൺ അവയവങ്ങൾ ഡാമേജ് ആയിട്ടുള്ള കുടുംബങ്ങൾ, കരൾ, കിഡ്നി, ഹൃദയം, പാങ്ക്രിയാസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥകൾ, ഗർഭാശയത്തിൽ സിസ്റ്റം ഉള്ളവർ, അൾസർ രോഗികൾ, അൾസർ രോഗികൾ, PCOD രോഗികൾ, മൂത്രത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റം ഉള്ളവർ, മക്കളില്ലാത്തവർ, ട്യൂബ് മുറിച്ച് കളഞ്ഞവർ, ഒരു ട്യൂബ് മാത്രം അവശേഷിക്കുന്നവർ, എല്ലാവരുടെ മേലും കർത്താവ് ആ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം എൻ്റെ മക്കൾ വിശ്വാസത്തോടെ, നിങ്ങൾക്കറിയാം ഇത് കൃപാസനം, പരിശുദ്ധ അമ്മ 24 മണിക്കൂറും മധ്യസ്ഥം വഹിക്കുന്ന കർത്താവിൻ്റെ ഒരു സന്നിധാനമാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇപ്പോഴീ രോഗങ്ങളുള്ളവരെ ആ രോഗമുള്ള ഇടത്ത് നിങ്ങളുടെ കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, അമ്മേ എനിക്ക് വേണ്ടി ഇപ്പം മധ്യസ്ഥം വഹിക്കണം, ഞാൻ നിൻ്റെ തിരുക്കുമാരൻ്റെ നാമത്തിലാണ് എൻ്റെ ശരീരത്തിൽ കൈവച്ചിരിക്കുന്നത്. ഈ രോഗവും ഇതിൻ്റെ അപ്പുറത്തെ രോഗങ്ങൾ ലോകത്തുള്ള സമസ്തവും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അങ്ങനെ രോഗാവസ്ഥകളിൽ കൈവച്ചുകൊണ്ട്, രോഗത്തിൻ്റെ ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമ്മയുടെ മധ്യസ്ഥതയില് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികള്, കരൾ രോഗികള്, പാങ്ക്രിയാസ് രോഗികള്, ഹൃദയ രോഗികള്, പ്രോസ്റ്റേറ്റ് രോഗികള്, ക്യാൻസർ രോഗികള്, സിസ്റ്റ് രോഗികള്, PCOD രോഗികള്, ഫിസ്റ്റുല രോഗികള്, അൾസർ രോഗികള്, യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തർക്കപ്പുരയിടങ്ങൾ. ഇപ്പം എൻ്റെ മനസ്സ് വന്നതാണ് കേട്ടോ, കർത്താവ് തന്നതായിരിക്കും, അല്ലെങ്കിൽ ആരാധന നിൽക്കുമ്പോൾ വേറെ ചിന്ത വരേണ്ട കാര്യമില്ലല്ലോ. ഇത് തർക്കപ്പുരയിടങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില ഉടമ്പടി ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകും. തർക്കത്തിൻ്റെ വഴികൾ തർക്കത്തിലിരിക്കുന്നു, കമ്പനി തർക്കത്തിലിരിക്കുന്നു, ജോലി തർക്കത്തിലിരിക്കുന്നു, നിൻ്റെ തസ്തിക തർക്കത്തിലിരിക്കുന്നു, നിൻ്റെ വീട് തർക്കത്തിലിരിക്കുന്നു. മൊത്തം തർക്കം, കൺഫ്യൂഷൻ, വിവാദം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വീടുകൾ, വ്യക്തികൾ, വിഷയങ്ങൾ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വെക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. നീ സ്വന്തമായിട്ട് പറയണം. ഇപ്പോഴേ ഞാൻ ഈ വിഷയത്തിൽ സാക്ഷ്യം പറയും എന്ന് പറയണം. എൻ്റെ ദൈവം ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, തർക്കപ്പുരയിടങ്ങൾ, തർക്ക ജോലികൾ, തസ്തികള്, വഴികള്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെയും കർത്താവേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോഴും ഇടപെടണമേ. 10,000-കണക്കിന് മനുഷ്യര് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എന്റെ ജീവിത ആവശ്യങ്ങളിൽ കർത്താവേ ഇടപെടണമേ. എന്റെ സാക്ഷിയായി മാറ്റണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിറ്റുമാറാനുള്ള പറമ്പുകൾ, വിറ്റുമാറാനുള്ള വീടുകൾ, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വിഷയങ്ങൾ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഒരു സമാധാനത്തോടെ ജീവിക്കാനോ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത
അവസ്ഥയിൽ ജീവിക്കുന്ന ആ കടമയിലെല്ലാം കർത്താവിൻ്റെ കരുണ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയെങ്കിലും നിങ്ങളുടെ വിഷയം നിങ്ങൾ കാണിക്കണം. സീരിയസ് ആയിട്ട് വേണം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവേ, വീടില്ലാത്തവരെ, സ്ഥലം വിറ്റ് മാറാൻ ആഗ്രഹിക്കുന്നവരെ, അതിന്റെ പേരില് അവകാശങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ. എല്ലാവരുടെയും എല്ലാ വിഷയത്തിനു മേലും സമാശ്വാസത്തോടെ കർത്താവേ നിന്റെ ശക്തി ലഭിച്ച് അവർ സമാധാനത്തോടെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അമ്മേ, പരിശുദ്ധമേ, എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ആരാധന, 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 സ്വരത്തിലെ സന്തോഷത്തോടെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് മക്കളില്ലാത്തവർ അടിവയറ്റ് കഴിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മേ, ലോക്ക്ഡൗൺ കഴിയുമ്പോൾ, കൃപാസനത്തിൽ ഉടമ്പടി തുടങ്ങുമ്പോൾ, ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ അമ്മ എൻ്റെ ഉദരത്തിൽ നൽകിയ കുഞ്ഞുമായി കുഞ്ഞിനെയും കൊണ്ട് വന്ന് അമ്മയുടെ അടുത്താരെ കയറാൻ എന്നെ സഹായിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ദൈവപൈതലേ, അമ്മ നിന്നെ സഹായിക്കും. 22 വർഷമായിട്ട് മക്കളില്ലാത്തവർ പോലും ഉടമ്പടി ചെയ്ത് മക്കളെ കിട്ടി സാക്ഷ്യം പറഞ്ഞില്ലേ? നിനക്കും വരാൻ കഴിയും. പഠനത്തിൻ്റെ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. എൻ്റെ മക്കൾ നമ്മുടെ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരു കൊഗാഗുലേഷനാണ്. അതെല്ലാം വ്യക്തതയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ വിപ്രവാസികളായ സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃപാസനത്തിൻ്റെയും താക്കോല് കൊണ്ട് കളക്ടറിന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ സന്തോഷത്തോടെ ഏപ്രിൽ മാസം തന്നെ അത് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരും ഉള്ള സൗകര്യത്തിൽ ക്വാറന്റൈനിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്വീകരിക്കാൻ കേരളം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളും അതിന് പരിശുദ്ധ അമ്മയുടെ ആലയവും അതിനുവേണ്ടി തുറന്നു കൊടുത്തിരിക്കുക. എല്ലാ ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം പെട്ടെന്ന് എല്ലാം നെഗറ്റീവായിട്ട് തിരിച്ച് പൊതുജീവിതത്തിലേക്ക് വരണം. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആരോഗ്യപ്രവർത്തകരെയും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് പോലീസ് സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ കാലം കടന്നു പോവുകയാണ്. നമ്മളതിനെ അതിജീവിക്കുന്ന ദൈവത്തിലെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉടമ്പടി എടുത്തവരെല്ലാം അച്ഛൻ ഓർക്കുന്നു. ഇവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി ചെയ്തവരുണ്ട്. മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി ചെയ്തു പോയവർ, ഇപ്പോഴും ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അച്ഛൻ ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമുക്ക് ലോക്ക്ഡൗൺ തീരണ വരെയാണ് ഓൺലൈൻ ഉടമ്പടിക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് അകലങ്ങളിലും വിദൂര രാജ്യങ്ങളുള്ളവരെ ഈ ദിവസങ്ങളിൽ തന്നെ ഉടമ്പടി ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞങ്ങളെ ആരാധന നടത്തി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാതാവിൻ്റെ വണക്കമാസം ആരംഭിക്കുക. 12ാം ദിവസമാണ്. ഇതുവരെക്കും വണക്കം കൂടാത്തവർക്ക് പഴയ മെയ് 1-ാം തീയതി മുതലുള്ള വണക്കം യൂട്യൂബിലുണ്ട്. മരിയൻ തീർത്ഥാടനമാണ് നമ്മൾ. മറിയത്തിലൂടെ പരിശുദ്ധാത്മാവിലേക്കെന്നുള്ള വലിയ തീമിലെ വൈകുന്നേരം പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം കൂടിയുണ്ട്. അതിൻ്റെ കൂടെ വളരെ അനുഗ്രഹപ്രദമായ ഈ നിമിഷങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. 20,000 പേരൊക്കെയാണ്, 30,000 പേരാണ് കൃപാസനത്തിൽ വണക്കം കൂടുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കുമായിട്ട് തത്സമയത്തിൽ. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് വണക്കം ആരംഭിക്കും. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിനുശേഷം ആശീർവാദത്തിൻ്റെ സമയത്തും മക്കളെ ഈശോ അനുഗ്രഹിക്കും. ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ജീവനോടുകൂടി ശുശ്രൂഷകൾ കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും
ആയിരങ്ങളും പതിനായിരങ്ങളും ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് ഇടയാക്കിയതിന് ദൈവത്തോട് നന്ദിയുണ്ട്. അതേസമയം തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അമ്മ അനുഭവം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി ഈ ആരാധനയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിമിഷം ഓൺലൈനിലൂടെ പ്രാർത്ഥന ആരംഭിച്ച് ചോദിച്ചവരെ വണക്കമാസം സമയത്തും കൃപാസനത്തിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാവരും ഓർക്കുന്നു. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചവരെ അച്ഛൻ്റെ ഇമെയിലിലേക്ക് ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സ്യൂം ആപ്പിലെ ഓരോരുത്തരെ കണ്ടുകൊണ്ട് ഒരു ജപമാല ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എല്ലാ വണ്ടി ലീഡേഴ്സിനെയും കൃപാസനത്തിൻ്റെ എല്ലാ വാഹന പ്രേക്ഷിതരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അച്ഛൻ ഈ നിമിഷം പ്രത്യേകം ഓർക്കുന്നു. ഇവിടെ ഈ വിശുദ്ധമായ മണ്ണിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും ആരെങ്കിലും പ്രത്യേക പ്രയാസത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കർത്താവിന് തിരുമുറുവാർന്ന് വലതുകരത്താൽ ഈശോ ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അവരുടെ സങ്കടങ്ങളൊക്കെ കർത്താവിന് കണ്ണുനീരപ്പെട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും